ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ ഉണ്ടാകുന്ന റെസിപ്പി അല്ല. വഴുതനങ്ങ ബജി. സാധാരണ ഇത് നോർത്ത് ഇന്ത്യക്കാരാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. എന്നാൽ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് നീങ്ങാം. നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട് നീങ്ങാവേ. 2 വഴുതനങ്ങ നീളത്തിലരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നത്, എന്നിട്ട് അതിൻ്റെ വെള്ളവും കളഞ്ഞ്. ഓക്കെ. 1 കപ്പ് സെൽഫ് റൈസിംഗ് ഫ്ലവർ, 2 egg, 1 teaspoon salt, 1/2 teaspoon turmeric powder, 1.5 teaspoon pepper, ആവശ്യമുള്ള വെള്ളം, ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആവശ്യമുള്ള ഓയിൽ. നമുക്കിന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാൻ നോക്കാം. നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ച് വിസ്ക് ചെയ്തെടുക്കാം, മറ്റ് മസാലകൾ ആഡ് ചെയ്ത്. അതിൻ്റെ ആവശ്യമുള്ള ഉപ്പ്, പിന്നെ നമ്മുടെ ടർമറിക് പൗഡർ, കളർ കിട്ടാൻ വേണ്ടി കേട്ടോ, പെപ്പർ, ഒരു ചെറിയ എരിവൊക്കെ വരാൻ വേണ്ടി. ഞാൻ മൊത്തം ഇടുന്നില്ല, ഓരോരുത്തരുടെ ഇത് ഓപ്ഷനാണ്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. ഞാനിതൊരു വലിയ പാനിലോട്ട് മാറ്റുവാണ്. അങ്ങനെയാകുമ്പം നമ്മുടെ വഴുതനങ്ങ എനിക്ക് വലുതാണ് കിട്ടിയത്. ചെറിയ നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ചെറിയ വഴുതനങ്ങ ഇവിടെ കിട്ടാൻ പാടാണ്. അപ്പം ഇത് നല്ല രീതിയിൽ ഡിപ്പായിട്ട് വന്നെങ്കിൽ അത്യാവശ്യം വലിയൊരു പാൻ വേണം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്ലവർ ആഡ് ചെയ്യുവാണേ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്ക് കിട്ടാൻ. വഴുതനങ്ങ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ വരുമ്പം ഈ സാധനം ഇവിടെ വേണമേ. കൂടാണ്ട് ഈ കളറിൽ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ ഇതിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിന് ഉപ്പ് പിടിക്കുകയില്ല, ടേസ്റ്റ് ഉണ്ടായില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പം പതുക്കെ ഇങ്ങനെ ഒന്ന് പിഴിയണേ. പിഴിയുമ്പോൾ ഉള്ള വെള്ളം എല്ലാം പൊക്കോളും. എന്നാൽ നമുക്ക് പതുക്കെ സ്റ്റൗ ഓണാക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കാവേ. സ്റ്റൗ ഓണാക്കിയിട്ട് ഞാൻ പാൻ വെക്കുവാണ്. ഇത് നല്ല രീതിയിൽ പാനിന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. പാൻ അത്യാവശ്യം ഓണായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എണ്ണ ഒഴിക്കുന്നത്. ഇത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ആവശ്യത്തിന് അധികം എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തേ ഉണ്ടോ, എല്ലാ മസാലയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാത്തിനും ആകണം. ഇത് ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഞാൻ പതുക്കെ നമ്മുടെ സെൽഫ് റൈസിംഗ് ഫ്ലവറിലോട്ട് ഒന്ന് പതുക്കെ വെക്കുവേ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിന്നുമ്പം കട്ടിയായിട്ട് ഇട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വഴുതനങ്ങ മാത്രമായിരിക്കും നമ്മൾ കടിക്കുന്നത്. എണ്ണ നന്നായിട്ട് തിളച്ച് നമുക്ക് പതുക്കെ ഇതൊന്ന് ഇടാവേ. ഞാനിത് പതുക്കെ ഒന്ന് തിരിച്ചിടുവാണേ. രണ്ടാമത്തെ മുട്ട ഇട്ടുകൊണ്ടാണ് ഇത്രയും ക്രിസ്പി ആയിട്ട് വന്നത്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വെന്ത് കേട്ടോ. ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ചെറിയൊരു പിള്ളേർക്ക് പറ്റിയ നല്ല റെസിപ്പി ആട്ടോ. എരിവൊന്നുമില്ല, നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ ഒഴിച്ചത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അകമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതേ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് തിന്നണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, എനിക്ക് എത്ര മിനിറ്റ് എടുത്തെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. പക്ഷേ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്സ് പിള്ളേർ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത പ്രാവശ്യം ഇതിൽ നല്ലൊരു സൂപ്പർ റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.